മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ടി.പി. അഷ്റഫ് അലിക്കെതിരെ യോഗം വിളിച്ചതിന്റെ പേരിലാണ് ഹമീദ് ഫൈസിക്കെതിരെ നടപടിയെടുത്തത്. ശരീഅത്തുമായി ബന്ധപ്പെട്ട് ടി.പി. അഷ്റഫ് അലിയോട് സമസ്ത ആദർശപരമായ എതിർപ്പ് തുടരുന്ന സാഹചര്യത്തിൽ അമ്പലക്കടവിനെതിരായ നടപടി തെറ്റായിപ്പോയെന്നാണ് സംഘടനയിൽ ഉയർന്ന അഭിപ്രായം. സമസ്തയുടെ പണ്ഡിത സഭയിൽ ആലോചിക്കാതെ തിടുക്കത്തിൽ എടുത്ത നടപടി മുസ്ലിം ലീഗിന് വേണ്ടിയാണെന്ന ആക്ഷേപവും ഒരു വിഭാഗത്തിനുണ്ട്. നടപടി അറിഞ്ഞ് നൂറുകണക്കിന് പ്രവർത്തകർ ഹമീദ് ഫൈസിയുടെ വീട്ടിലെത്തിയതും സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രതിഷേധവുമെല്ലാം നേതാക്കൾക്കിടയിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ നടപടി പിൻവലിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. സമസ്തയുടെ 90-ാം വാർഷിക ആഘോഷങ്ങളുടെ മുഖ്യ ചുമതല വഹിക്കുന്ന ഹമീദ് ഫൈസി ഇതു സംബന്ധിച്ച കാര്യങ്ങളിൽ നടപടിക്ക് ശേഷവും സജീവമാണ്. സമസ്തയുടെ മുഖപത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ സംഘടനയുടെ സെക്രട്ടറി കോട്ടുമല ബാപ്പു മുസ്ലിയാർക്കൊപ്പം ഹമീദ് ഫൈസി പങ്കെടുക്കുകയും ചെയ്തു. സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് അംഗം, ഇസ്ലാമിക് സെന്ററിനെ സെക്രട്ടറി തുടങ്ങിയ പദവികളിലും ഹമീദ് ഫൈസി തുടരുന്നുണ്ട്. നടപടി പിൻവലിക്കുന്നത് സംബന്ധിച്ച് സമസ്തയിലെ ഉത്തരവാദപ്പെട്ട ചിലർ നൽകിയ ഉറപ്പിന്റെ ബലത്തിലാണ് മറ്റു സംഘടനാ ചുമതലകളിൽ ഹമീദ് ഫൈസി തുടരുന്നത് എന്നാണ് വിവരം. എം കെ ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.